ജോസപ്പേ ഞാൻ എത്തി. ഇന്നലെ നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു പൂനം പാണ്ഡെ മരിച്ചു എന്ന് കേട്ടപ്പോൾ. എനിക്ക് അവളെ സംശയമുണ്ട്. അത് കറക്റ്റ്. മോഡലും ബോളിവുഡ് നടിയുമായ പൂനം പാണ്ഡെ അന്തരിച്ചു. ഇവനൊക്കെ എന്തിനാ ചത്തേ? ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ, കരുതിക്കുട്ടിയല്ലേ. 32 വയസ്സായിരുന്നു. അർബുദം ബാധിച്ച് ചികിത്സയിലായിരുന്നു. അതൊരു തമാശയായിട്ട് കരുതിയാൽ മതി. തമാശകളി വിളിച്ചു വരുത്തിട്ട് അവമാനിക്കണോ? താൻ മരിച്ചിട്ടില്ല എന്നൊരു സന്ദേശം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുകയാണ് പൂനം പാണ്ഡെ. ഞാൻ എല്ലാവരെയും പറ്റിച്ചു. ഞാൻ വെറുതെ കള്ളം പറഞ്ഞതാണ് ഡെന്നിസിനെ ചമ്മിക്കാൻ. ഇത്രയും കാലമായിട്ട് ഇവിടെ ഒരാളുടെ തലയിലും ഈ ബുദ്ധി ഉറിച്ചില്ലല്ലോ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. അത് വളരെ മനോഹരമായി താങ്കൾ എന്നോട് കാണിച്ചു. ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത്? എനിക്കങ്ങനെ ക്ലിയർ ആയില്ല. സെർവിക്കൽ ക്യാൻസർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് താൻ ആ ഒരു വീഡിയോ സന്ദേശം ഇറക്കിയതെന്നും പൂനെ പറയുന്നു. ഒരു അർജന്റ് മാറ്റർ ആയതുകൊണ്ട് അതിന്റെ സീരിയസ്നെസ്സോടുകൂടി പറഞ്ഞു. അതിൽ പേടിക്കാൻ എന്തിരിക്കുന്നു? ഞങ്ങളുടെ പുതിയ നാടകമാണേ, ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. ആളുകളെ വേദനിപ്പിച്ചതിന് പൂനം മാപ്പ് ചോദിക്കുന്നുണ്ട്. അത് ഇന്നലെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഐ എം സോറി, റിയലി സോറി. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. സർ, യഥാർത്ഥത്തിലുള്ള സത്യം പറഞ്ഞ സാർ വിശ്വസിക്കില്ല. സാറെന്നല്ല ആരും വിശ്വസിക്കില്ല. താൻ പറഞ്ഞു നോക്ക്, വിശ്വസിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. Unfortunately, I cannot say that about those hundreds and thousands of women. നിന്റെ കയ്യിൽ ഒരു കെട്ട് ബിരുദങ്ങളില്ലേ? അതിൽ ഒന്നിന്റെ വിലയെങ്കിലും നീ ഒന്ന് കാണിക്കും. എനിക്കിത് കിട്ടണം. ആത്മാർത്ഥതയ്ക്ക് ഇപ്പൊ ഈ നാട്ടിൽ ഇതാണ് പ്രതിഫലം. Who have lost their lives because of cervical cancer. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള സത്യസന്ധമാരെ കണ്ടുകിട്ടാൻ പാടല്ലേ? ഈ സെർവിക്കൽ ക്യാൻസർ എങ്ങനെയൊക്കെ പ്രശ്നമാകുന്നു, മാത്രമല്ല അത് ചെറുക്കാൻ സാധിക്കും, അതിനെ എങ്ങനെയൊക്കെ ചെറുക്കാമെന്നും അതിന് ഈ ഗർഭാശയ ക്യാൻസറിൽ ബാധിതരായി മരിച്ചുപോയ സ്ത്രീകൾക്ക് ആദരമർപ്പിക്കുന്ന കാര്യങ്ങളടക്കം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ സന്ദേശമാണ്. ഇത്തരം പാർട്ടീസിനെ കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. സത്യം പറ, താൻ നേരത്തെ ഭ്രാന്താശുപത്രി കിടന്നിട്ടുണ്ട് ഇല്ലേ? ഇല്ല സർ, എന്റെ ഏറ്റവും മൂത്ത ചേട്ടൻ കുറച്ചു കാലം കുതിരവട്ടത്തുണ്ടായിരുന്നു. ആണോ? അതിൽ തന്നെ പറയേണ്ടത് താൻ മരിച്ചിട്ടില്ല. സെർവിക്കൽ ക്യാൻസർ, ഈ ഗർഭാശയ ക്യാൻസർ തന്നെ വിഴുങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു തുടങ്ങിക്കൊണ്ടാണ് ആ ഒരു ബോധവൽക്കരണ സന്ദേശം ഇപ്പോൾ പൂനം പാണ്ഡെ പങ്കുവച്ചിരിക്കുന്നത്. ഇതിലെന്താ തന്റെ ലാഭം? With minimum investment, maximum output. That's my theory and we are successful. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനിയെങ്ങാനും എന്റെ നേരെ വന്നാൽ പലരും കടിച്ചു തിന്നാൻ നേരത്തെ വായി പല്ല് കാണത്തില്ല. ശരി, പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാ.